നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് അടുത്ത് വരികയാണല്ലോ. 10-40 ദിവസമാണ് ഇനി വേൾഡ് കപ്പിന് ആകെയുള്ളൂ. ടീമുകളൊക്കെ അവരുടെ പ്രിലിമിനറി ലിസ്റ്റ് ഫിഫയ്ക്ക് സമർപ്പിക്കാനുള്ള സമയം 2 ആഴ്ച മാത്രമാണ് ഇനിയുള്ളത്. പിന്നെ മെയ് അവസാനത്തോടു കൂടി എല്ലാവരും അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഉദ്ഘാടന മത്സരത്തിൽ ജൂൺ 11 രാത്രിയിൽ മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടുകൂടി വേൾഡ് കപ്പ് ആരംഭിക്കുക. ഇന്ത്യൻ സമയം പറഞ്ഞാൽ ജൂൺ 12 പുലർച്ചെ 12:30 ആ കളി. ഏതായാലും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വേൾഡ് കപ്പിന് തൊട്ടു മുമ്പ് പല താരങ്ങൾക്കും പരിക്ക് പറ്റുന്നു. പരിക്കേറ്റ് വീഴുന്ന താരങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. സാധാരണ വേൾഡ് കപ്പ് ആകുമ്പോൾ ഇത്തരത്തിലുള്ള പരിക്കുകൾ വല്ലാതെ ആരാധകർ ശ്രദ്ധിക്കാറുണ്ട്. ഇത്തവണ വമ്പൻ താരങ്ങൾ ഓൾറെഡി പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നോക്കുകയാണ്, ബ്രസീലിൻ്റെ റോഡ്രിഗോ പരിക്കേറ്റ് നേരത്തെ പുറത്തായി. വേൾഡ് കപ്പ് കളിക്കാൻ പറ്റില്ല. വലിയ നിരാശയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഫ്രാൻസിൻ്റെ ഹ്യൂഗോ എക്കിറ്റിക്കെ മികച്ച പ്രകടനം ലിവർപൂളിനൊക്കെ നടത്തി ഈ സീസണിൽ നന്നായിട്ട് കളിച്ചു വന്ന താരമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വേൾഡ് കപ്പിന് ഉണ്ടാവില്ല. സെർജി ഗ്നാബ്രി, ജർമ്മനിയുടെ താരം, ബയൺ മ്യൂണിക്കിൻ്റെ താരം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വേൾഡ് കപ്പിന്, ജർമ്മനിയുടെ മുന്നേറ്റത്തിന്. പക്ഷേ അദ്ദേഹം പരിക്കേറ്റ് വേൾഡ് കപ്പ് കളിക്കില്ല. ഇനിയോ, ഇന്നലെ എതിർ മിലിറ്റാവോ സർജറിക്ക് വിധേയനായല്ലോ. മിലിറ്റാവോ വേൾഡ് കപ്പ് കളിക്കില്ല. വേൾഡ് കപ്പിലെ ബ്രസീൽ ടീമിൻ്റെ ഡിഫൻസിന് അത് വലിയ തിരിച്ചടിയാണ്. ഇന്നലെ റോഡ്രിഗോയുടെ ലെറ്ററൊക്കെ ഉണ്ടായിരുന്നു എതിർ മിലിറ്റാവോക്ക്. നീ ഇപ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം, പക്ഷേ നമ്മൾ ഒരുമിച്ച് ഇത്തരം ഘട്ടങ്ങൾ തരണം ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വികാര നിർഭരമായ കുറിപ്പായിരുന്നു അത്. സാവി സിമോൺസ്, നെതർലൻഡ്സിൻ്റെ മിന്നും താരം സാവി സിമോൺസ് പരിക്കേറ്റു. ടോട്ടനാമിന് വേണ്ടി കളിക്കുമ്പോൾ പരിക്കേറ്റു. അദ്ദേഹത്തിന് വേൾഡ് കപ്പ് നഷ്ടമാകും എന്ന കാര്യം ഉറപ്പായി. ഇത്രയും താരങ്ങൾ സൂപ്പർ താരങ്ങളാണ്, ഉറപ്പായവരാണ്. വേൾഡ് കപ്പ് കളിക്കില്ല എന്ന് ഉറപ്പായവരാണ്. ഇനിയും വേൾഡ് കപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന രൂപത്തിൽ നിൽക്കുന്ന കുറേ താരങ്ങളുണ്ട്. നമ്മൾ നോക്കാം. ലാമീൻ യമാൽ വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും അദ്ദേഹം ഫിറ്റാവുമെന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റൂ. ആർദ ഗ്യൂളർ ബൈസെപ്പ് ഫെമോറിസ് ഇഞ്ചുറിയാണ്. വേൾഡ് കപ്പിന് മുമ്പ് ഫിറ്റായേക്കാം എന്നേ പറയാനുള്ളൂ. മുഹമ്മദ് സലാഹിൻ്റെ കാര്യം പരിക്കേറ്റ് പുറത്താണ്. അദ്ദേഹം കളിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ക്യൂട്ടി റൊമേറോ, അർജൻറ്റീനയുടെ താരത്തിന് വേൾഡ് കപ്പ് നഷ്ടമായേക്കുമെന്നാണ് ആദ്യം വാർത്തകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഫിറ്റായേക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും എസ്റ്റവായോ വില്യൻ ഒരുപക്ഷെ വേൾഡ് കപ്പ് തന്നെ അദ്ദേഹത്തിന് നഷ്ടമാവാൻ നല്ല സാധ്യതയുണ്ട്. സർജറി ആവശ്യമാണ് താരത്തിന് എന്ന് ചെൽസി അറിയിച്ചതാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. എങ്കിൽ മാത്രമേ വേൾഡ് കപ്പിന് പോകാനുള്ള എന്തെങ്കിലും സാധ്യത അദ്ദേഹത്തിന് നിലനിർത്താൻ പറ്റൂ. സോ എസ്റ്റവായോ. മോഡ്രിച്ചിൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ ജോ ബോണൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞ കളിയിൽ. ലൂക്ക മോഡ്രിച്ച് വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും ഫിറ്റായേക്കുമെന്ന് പറയാം. എസി മിലാന് വേണ്ടി ഇനി ഈ സീസൺ കളിക്കില്ല, സീസണിൽ നിന്ന് റൂൾഡ് ഔട്ടാണ്. പിന്നെ ഇംഗ്ലണ്ടിൻ്റെ റീസ് ജെയിംസിൻ്റെ അവസ്ഥയും ഇതാണ്. ക്രൊയേഷ്യയുടെ ഗാർഡിയോൾ, ഗാനയുടെ കുദുസ്, ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ വേൾഡ് കപ്പിൻ്റെ കാര്യം സംശയത്തിലാണ്. ഏതായാലും ഈ സംശയത്തിലുള്ളവർക്കൊക്കെ എത്രയും പെട്ടെന്ന് അവരുടെ ഫിറ്റ്നസ് റീഗെയിൻ ചെയ്ത് വേൾഡ് കപ്പിൽ കളിക്കാൻ പറ്റട്ടെ. കാരണം വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഒരു 4 വർഷത്തിലൊരിക്കൽ നമ്മൾ കാത്തിരിക്കുന്ന സൂപ്പർ താരങ്ങളുടെ ഒരു ഉത്സവമാണ്. ഫുട്ബോളിൻ്റെ ഒരു ഉത്സവമാണ്. അതിൽ സൂപ്പർ താരങ്ങളില്ലെങ്കിൽ പിന്നെന്ത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും പരിക്കിൻ്റെ പിടിയിലേക്ക് വീഴുന്നൊരു ദുരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ഇങ്ങനെ ടച്ച് ആൻഡ് ഗോ എന്ന രൂപത്തിലുള്ളവരൊക്കെ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് പരിക്ക് മാറി വേൾഡ് കപ്പ് കളിക്കട്ടെ. കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.